ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട്. താനെന്ത് തേങ്ങയാണോ ഈ പറയുന്നേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്? പരിചയമില്ലാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് ബഹു വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ. അതായത് കേരളം എന്ന 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിങ്ങളിപ്പോൾ കണ്ട ഈ മഹാനായ മനുഷ്യൻ. ഇദ്ദേഹം ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രസ്താവനകൾ ഒരെണ്ണമല്ല, അതുകൊണ്ടാണ് പ്രസ്താവനകൾ എന്ന് ഞാൻ പറഞ്ഞത്. 1ഉം 2ഉം അല്ല, 10 നിലപാടാണ് ഈ മനുഷ്യന്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, രാവിലെ പറയുന്നതല്ല ഉച്ചക്ക് പറയുന്നത്, ഉച്ചക്ക് പറഞ്ഞതല്ല വൈകുന്നേരം പറയുന്നത്. ഇത്രയും നിലപാടുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ ഈ 2025 നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടോ? ഹിജാബ് വിഷയത്തിൽ ഇദ്ദേഹം ആദ്യമായി പറയുന്നത് കുട്ടികൾ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് സ്കൂൾ അധികൃതരൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാ. ഒന്നുകൂടി കേട്ടോ. ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. കേട്ടില്ലേ? പിള്ളേര് സ്കൂളിൽ എന്താണ് ധരിക്കണേന്നുള്ളത് അധ്യാപകർ നോക്കേണ്ട കാര്യമില്ല. ഇത് ഏത് രാജ്യത്തെ നിയമമാണ്? ഏത് ഭരണഘടനയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? അമ്മാരി ചോദ്യമൊന്നും മന്ത്രി അപ്പൂപ്പനോട് വേണ്ട. കാരണം ഭരണഘടന എന്ന് തെറ്റിക്കാതെ പറയാൻ തന്നെ മിനിമം ഒരു 10 വർഷം സമയം എടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ അമ്മാരി ചോദ്യമൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. സ്കൂൾ അധികൃതരൊന്നും അല്ല തീരുമാനിക്കുന്നേ കുട്ടി എന്തിട്ടോണ്ട് വന്നോന്ന്. കുട്ടി ചിലപ്പം വീട്ടിലിടുന്ന ടീഷർട്ട് ഇട്ടോണ്ട് വരും, ചിലപ്പോൾ നിക്കർ ഇട്ടോണ്ട് വരും, ചിലപ്പോൾ ഒന്നും ആദ്യം വരും. കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, വീട്ടിൽ പിള്ളേർ തുണി കൊടുക്കാതെ നടക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയും വരും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടും. ചിലപ്പോൾ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് സാരി ഉടുക്കണം, അങ്ങനെ ഞാൻ സ്കൂളിൽ പോകാം, അതാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെയും സംഭവിക്കും. അപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് എന്ത് തന്നെയായാലും, പിള്ളേർക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നും വേണ്ട, പറയുന്ന ആൾക്കും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിള്ളേർ ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് വരും, സ്കൂൾ അധികൃതർ അത് ചോദ്യം ചെയ്യണ്ട. ഇനി രണ്ടാമത്തെ നിലപാട് വെക്കുക. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട്. കണ്ടില്ലേ? സ്കൂളാവുമ്പോ യൂണിഫോം ഉണ്ടാവും, അപ്പോ അവിടുത്തെ പിള്ളേർ അത് അനുസരിക്കേണ്ടി വരും. സത്യത്തിൽ ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? ആദ്യം പറയുന്നു സ്കൂൾ അധികൃതരൊന്നും നോക്കണ്ട, പിള്ളേർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. രണ്ടാമത് പറയുകയാണ് സ്കൂൾ അധികൃതർ ഒരു യൂണിഫോം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിടണം എന്ന്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വ്യക്തതയോടുകൂടി ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമസഭയിൽ കസേരയിൽ കയറിയിരിക്കുന്ന ആ മനുഷ്യൻ. ഇദ്ദേഹം ആദ്യം ഈ ഒരു വിഷയത്തെ പറ്റി കേട്ടപ്പോൾ പറഞ്ഞത്, വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ യൂണിഫോം ധരിക്കുന്നത് യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള വേറെ വസ്ത്രങ്ങളൊന്നും പാടില്ല, മാനേജ്മെന്റിന്റെ തീരുമാനമാണ് അന്തിമം എന്നാണ്. അപ്പം ഈ ഒരു സംഭവത്തിനെ ആരും വലുതായിട്ട് ട്രോളിയൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഭരണഘടന അറിയാവുന്ന, നിയമം അറിയാവുന്ന വ്യക്തികൾക്കറിയാം, ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു നിയമമാണ്. സംഘടനയ്ക്കാണ് മേൽക്കോയ്മ, ഒരു വ്യക്തിയുടെ താല്പര്യമല്ല അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. ആ ഭാഗം ഭരണഘടനയുടെ ഇവരാരെയും കണ്ടിട്ടില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. എന്നാൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ 2021, 2018, അതുപോലെ ബീഹാറിൽ വന്നൊരു കോടതി വിധി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി, ഹിജാബ് എന്ന് പറയുന്ന സംഗതിക്ക് ലീഗലി അതെല്ലായിടത്തും അനുവദിക്കണം എന്നൊരു സംഗതി നിയമപരമായി ഇന്ത്യയിൽ ഇല്ല. നമുക്കറിയാം, ഇന്ത്യയിൽ വരുന്ന പലതും കേരളത്തിൽ നടപ്പാക്കില്ല. അതാണ് CPM-ന്റെ മുഖമുദ്ര. എന്ത് നല്ല കാര്യം വന്നാലും ആദ്യത്തെ ഡയലോഗ് അതാ, കേരളത്തിൽ നടപ്പാക്കില്ല. അതുപോലെ തന്നെ ഈ കോടതി വിധിയും കേരളത്തിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല. ശബരിമലയുടെ കാര്യത്തിൽ ഇതിങ്ങനെയല്ല. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞപ്പോൾ ആരെ കൊന്നിട്ടായാലും ആ കോടതി വിധി നടപ്പാക്കിയിരിക്കും. കാരണം എന്താ? അതൊരു സർക്കാരിന്റെ കടമയല്ലേ. ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലേ കോടതിക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ സ്ഥാനം? കോടതി പറഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യണം, ചില കാര്യങ്ങൾ ഉടനെ ചെയ്യില്ല. അതിലൊന്നാണ് ഹിജാബ് വിഷയം. രണ്ടാമത്തത് മുനമ്പം, നമുക്കതിലേക്ക് വരാം, അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് കരമടക്കാനുള്ള അവകാശം കോടതി വിധി വന്നിട്ട് പോലും പിണറായി വിജയന്റെ സർക്കാർ കൊടുക്കുന്നില്ല. അതൊക്കെ പതുക്കെ മതി. ശബരിമലയില് സ്ത്രീകളെ കയറ്റുന്ന പോലെ അർജൻസി ഉള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ അന്നേരം ഭരണഘടനയും കോടതിയെയും ഇച്ചിരി സമയം കഴിഞ്ഞ് നമുക്ക് അനുസരിച്ചാൽ മതി. ആദ്യത്തെ നിലപാട് ഭരണഘടനാപരമായി പറഞ്ഞ വ്യക്തി ഉച്ച കഴിഞ്ഞപ്പം നിലപാട് മാറ്റിക്കൊണ്ട് പറയുകയാണ്, സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞത് തെറ്റായിപ്പോയി, വർഗീയത ദാറ്റ് ഇസ് ദ ടൂൾ. 10 വർഷമായിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകം ഇതാണ്, BJP-യും RSS-ഉം വർഗീയത വളർത്തുന്നു, നോർത്തിൽ അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അകാരണമായി ഉപദ്രവിക്കുന്നു, അകാരണമായിട്ട് ജയ് ശ്രീരാം വിളിക്കാൻ പറഞ്ഞിട്ട് അടിക്കുന്നു, ബീഫ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുന്നു. ഈ വാർത്തയൊക്കെ നമ്മൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നാഷണൽ മാധ്യമങ്ങളിൽ തന്നെ നോക്കുമ്പോൾ കള്ളനെ കൊള്ളക്കാരനെയൊക്കെയാണ് അടിച്ചു കൊന്നത്. അതൊക്കെ ഇവിടെ എത്തുമ്പോൾ ഈ രീതിയിലാണ് വാട്സപ്പുകളിൽ പ്രചരിക്കപ്പെടുന്നത്.
എന്താണ് ഇവർ പറയുന്ന മെയിൻ കാരണം? വർഗീയത. അപ്പൊ ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി SDPI കൂടെ വിളിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ വിളിക്കുന്നത്, മുസ്ലിം ലീഗിനെ കൂട്ടിച്ചേർക്കുന്നത്, അവരോടൊപ്പം നിന്ന് ഭരണഘടനാപരമായോ നിയമപരമായോ അവകാശമില്ലാത്ത പല കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കൊട പിടിച്ചു കൊടുക്കുന്നത് ഒക്കെയും എന്തിനു വേണ്ടിയാണ്? വർഗീയതയെ തുരത്താൻ. മനസ്സിലായില്ലേ? BJP RSS ഇത്തരത്തിലുള്ള പ്രീണനം ചെയ്യാത്തത് കൊണ്ട് അവർ വർഗീയവാദികൾ. ഈ വിഷയത്തിലേക്ക് വരുമ്പോഴേക്ക് അങ്ങനെ വർഗീയതയെ ഒഴിവാക്കാൻ വേണ്ടി നിയമത്തെ കാറ്റിൽ പറത്തി, കോടതി വിധിയെ കാറ്റിൽ പറത്തി CPM കാരനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി സ്വയമേ ഒരു നിലപാടെടുക്കുകയാണ്, ഹിജാബ് ഇട്ടുകൊണ്ട് കൊച്ചു വന്നാൽ മതി. എന്തുകൊണ്ടാണ് കോടതി വിധിയിൽ ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ഒരു വിധി വരാത്തത്? കോടതി മുസ്ലിങ്ങൾക്കെതിരായത് കൊണ്ടാണ്. ഇവരങ്ങനെയൊക്കെയാണ് ആരോപിക്കുന്നത്. കോടതി സംഘി കോടതിയാണ് അത്രേ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിനെതിരായിട്ടുള്ള വിധികളാണ് അവർ പുറപ്പെടുവിക്കുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹിജാബ് ധരിക്കുക എന്നൊരു സംഗതി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചെയ്തോളൂ, സമസ്ത മേഖലയിലും നിങ്ങളുടെ റിലീജിയന്റെ ഭാഗമായിട്ട് അത് ചെയ്തോളൂ എന്നൊരു കോടതി വിധി പോലും ഇവിടെ വരാത്തതിന്റെ കാരണം എന്താണ്? എസെൻഷ്യൽ റിലീജിയൻ പ്രാക്ടീസ് ആണ് മുസ്ലിമിന്റെ ഹിജാബ് ധരിക്കുക എന്നുള്ളത് കോടതിയിൽ തെളിയിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് അതിനുള്ള കാരണം. എന്താണ് എസെൻഷ്യൽ റിലീജിയൻ പ്രാക്ടീസ്? അതായത് എന്റെ മതത്തിൽ വിശ്വസിക്കാനും എന്റെ മതപ്രകാരം ജീവിക്കാനും ഇന്ന കാര്യങ്ങൾ ഞാൻ ധരിക്കേണ്ടതായുണ്ട് എന്നുള്ളത് എന്റെ മതത്തിന്റെ ബേസിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യത്തിന് ഒരു ഗ്രാൻഡഡ് ഒരു അംഗീകാരം നേടുന്നതിനെയാണ് ഈ പറയുന്ന ഒരു സംഭവം ഉള്ളത്. ഇങ്ങനൊരു അംഗീകാരം ഏതെങ്കിലും മതത്തിന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ആ അംഗീകാരം കിട്ടിയിട്ടുള്ള, കോടതി വഴി അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള മതമാണ് സിഖ് മതം. അവര് ടർബൻ കെട്ടിയിട്ടാണ് നടക്കാറുള്ളത്. നിങ്ങൾക്കറിയാം, സിഖുകാരനായ ഒരു പോലീസുകാരൻ ടർബൻ കെട്ടിയിട്ടുണ്ടാവും, സിഖുകാരനായ ഒരു ഡോക്ടർ ടർബൻ കെട്ടിയിട്ടുണ്ടാവും, സിഖുകാരനായ ഒരു വക്കീൽ ടർബൻ കെട്ടിയിട്ടുണ്ടാവും, സിഖുകാരനായ ഒരു നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ടർബൻ കെട്ടിയിട്ടുണ്ടാവും. എന്നാൽ മുസ്ലിമുകൾ തലയിൽ വെക്കുന്ന തൊപ്പിയോ കാര്യങ്ങളോ ധരിച്ചുകൊണ്ടുള്ള ഒരു പോലീസുകാരൻ, അങ്ങനെയുള്ളൊരു പട്ടാളക്കാരൻ, അങ്ങനെയുള്ളൊരു ഡോക്ടർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിൽ ഇരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റ് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ സിഖുകാർ കോടതിയിൽ തെളിയിച്ചത് ടർബൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ എസെൻഷ്യൽ റിലീജിയൻ ആ ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. ഒരു സിഖുകാരൻ അവന്റെ മരണം വരെ ഇതും കെട്ടിക്കൊണ്ടാണ് നടക്കേണ്ടത്. അവരുടെ മതഗ്രന്ഥങ്ങളിലടക്കം അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ എടുത്തു കാണിച്ച് അവരതിനുള്ള അംഗീകാരം കോടതി വിധി മുഖേന നേടി. എന്തുകൊണ്ട് ഒരു മുസ്ലിമിന് ഇത് സാധിച്ചില്ല? ഖുറാൻ പ്രകാരം ഒരു മുസ്ലിമിന്റെ എസെൻഷ്യൽ റിലീജിയൻ പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത്, ഒരു മുസ്ലിം ഏക ദൈവ വിശ്വാസിയായിരിക്കണം. അതായത് അവർ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല. സൃഷ്ടാവ് ആരാണോ ആ ഒരുവൻ മാത്രമാണ് അവരുടെ ദൈവം. ഇനി രണ്ടാമത്തത്, 5 നേരം നിസ്കരിച്ചിരിക്കണം. ഇത് ഒരു എസെൻഷ്യൽ റിലീജിയൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. അത് അവർക്ക് ഏത് സിറ്റുവേഷനിലും എവിടെയാണെങ്കിലും അവർക്കത് ചെയ്തിരിക്കണം എന്ന് അവരുടെ ഖുറാനിൽ എഴുതി വെച്ചിട്ടുള്ള നിയമാവലിയിൽപ്പെട്ടതാണ് ഈ രണ്ടാമത്തത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സാഹചര്യത്തിലും ഒക്കെ അവർക്ക് നിസ്കരിക്കാനായിട്ട് എല്ലാ ആളുകളും സ്ഥലം ഒരുക്കി കൊടുക്കുന്നതും ഏതൊരു സാഹചര്യത്തിലും അവർ ആ ഒരു നിസ്കാരം എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനയാണ്, ആ ഒരു ഇതിൽ അവർ തയ്യാറാകുന്നതും അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി മൂന്നാമത്തെ, സക്കാത്ത് കൊടുക്കണം. അതായത് നിനക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ആരുമില്ലാത്ത അല്ലെങ്കിൽ മാതാപിതാക്കളില്ലാത്ത മക്കൾക്കോ ആരും പോരില്ലാത്തവർക്കോ ഒക്കെ നിർബന്ധമായിട്ട് ദാനം ചെയ്യണം എന്ന് ഇസ്ലാമിന്റെ റിലീജിയസ് പ്രാക്ടീസിലുള്ള ഒരു സംഗതിയാണ്. അത് ഉറപ്പായും ചെയ്യണം. അല്ലാതെ നീ കഠിന ഹൃദയനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എനിക്ക് മാത്രം കാശ്, മറ്റുള്ളവനൊക്കെ ഏത് വഴിക്കെങ്കിലും പോട്ടെ, അങ്ങനെ ഒരു രീതിയിലല്ല ഒരു മുസ്ലിം ജീവിക്കേണ്ട. ഒരു മുസ്ലിം കരുണയുള്ളവനായിരിക്കണം, സഹജീവികളെ കരുതുന്നവനായിരിക്കണം. എന്നതിന്റെ പേരിൽ സക്കാത്ത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനാണെങ്കിൽ ഒരു മുസ്ലിം റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി അഞ്ചാമത്തത് നോക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തികളുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഖുറാൻ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം തന്നെ ഹജ്ജ് ചെയ്യാനാണ് വിശ്വാസികൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം അതിന്റെ പേരും കുറെ തട്ടിപ്പുകളൊക്കെ ആൾക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ആദാമിന്റെ മകൻ അബു എന്നൊരു സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അതായത് എങ്ങനെയാണ് ശരിക്കും ഒരു മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി ഹജ്ജിന് പോകേണ്ടത്, അതിൽ എന്തൊക്കെ നിബന്ധനകളാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടാലാണ് മനസ്സിലാവുക. ഇത്രയും കാര്യങ്ങളല്ലാതെ ഹിജാബ്, നിഖാബ്, ബുർഖ പോലുള്ള ഡ്രസ്സ് സംഗതികള് മുസ്ലിം സമുദായത്തിന് നിർബന്ധമാണെന്ന് ഖുറാനിൽ പോലും എഴുതി വെച്ചിട്ടുള്ളതായി കോടതിക്ക് മുമ്പാകെ മുസ്ലിം സമുദായത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം ഈ മതത്തിന്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ബൈബിളിന്റെ ഉത്ഭവം നോക്കുക, ഖുറാന്റെ ഉത്ഭവം നോക്കുക, ഇതൊക്കെയും ഏറ്റവും ചൂടും പൊടിയും മരുഭൂമിയും ഒക്കെയുള്ള സ്ഥലത്ത് നിന്നും ഉത്ഭവിച്ചു വന്നിട്ടുള്ള സമൂഹങ്ങളാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും തന്നെ മൊത്തം മറച്ചിട്ടുള്ള ഉടുപ്പിട്ടിട്ടാണ് നടന്നിരുന്നത്. മതം നോക്കിയിട്ടല്ല. ഒരു യഹൂദൻ അങ്ങനെയാ നടക്കണേ, ഒരു അറബി അങ്ങനെയാ നടക്കണേ, ഒരു മുസ്ലിമും അങ്ങനെയാ നടക്കണേ. എന്തുകൊണ്ടാ? പൊടി, ചൂട്, കാറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ അവർ ആ വസ്ത്രരീതി ഉണ്ടാക്കിയത്. അതൊരു മതത്തിന്റെ പ്രാക്ടീസ് അല്ല. മുസ്ലിം മതത്തിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിഖാബ്, ഹിജാബ് എന്നതാണെന്ന് കോടതി മുമ്പാകെ അവർക്ക് തെളിയിക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണം
അവരുടെ പുസ്തകത്തിൽ അതില്ല, അല്ലെങ്കിൽ അതുണ്ടെന്ന് കോടതി മുന്നാകെ തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ആധികാരികമായ പുസ്തകത്തിൽ അതില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് കോടതിയിൽ തെളിയിക്കാമായിരുന്നല്ലോ. അവർക്കത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹിജാബ് വിഷയം നിർബന്ധമല്ല എന്ന കോടതി വിധി വന്നിരിക്കുന്നത്. മാനേജ്മെന്റുകൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വെക്കാം. കാരണം കുട്ടികൾ തമ്മിൽ മതപരമായിട്ടുള്ള വേർതിരിവ് വരാൻ പാടില്ല. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥ പറയാം. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്കൂളില്, പ്രൈമറി സ്കൂളാണ്, ചെറിയ പിള്ളേരിടിക്കുന്ന സ്കൂളില് മാഷ് വന്നിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനികളൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നേ. അപ്പൊ തോമസ് കുട്ടി എണീറ്റു. തൊട്ടപ്പുറത്തേക്കാണ് അബൂബക്കറ. അബൂബക്കർക്ക് മനസ്സിലായില്ല ക്രിസ്ത്യാനി എന്താന്ന്. പുള്ളി വിചാരിച്ചു അവനുള്ളതൊക്കെ എനിക്കും ഉണ്ടല്ലോ, ഞാനും ക്രിസ്ത്യാനി ആയിരിക്കും. പുള്ളി എഴുന്നേറ്റ് വന്നു. ആ കൊച്ചു എഴുന്നേറ്റ് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മട്ടാ നീ അവിടെ ഇരുന്നേ, നീ ക്രിസ്ത്യാനി അല്ല. അവൻ അവിടെ ഇരുന്നു. അടുത്ത് പറഞ്ഞു, ഹിന്ദുക്കളൊക്കെ ഒന്ന് എണീറ്റുന്നേ. അപ്പൊ കുട്ടി എണീറ്റു തൊട്ടിപ്പുറത്തുനിന്ന്. അപ്പൊ ഇവൻ വിചാരിച്ചു, ഞാൻ ക്രിസ്ത്യാനി അല്ല, അപ്പൊ ഇവന്റെ കൂടെ എണീറ്റൂടാ, ഇവന്റെ കൂടെ എണീക്കായിരിക്കും. കൊച്ചു നോക്കുമ്പോ വ്യത്യാസം ഒന്നും കാണുന്നില്ലെന്നേ. കൊച്ചു ഇവന്റെ കൂടെ എണീറ്റു. അന്നേരം അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട നീ അവിടെ ഇരിക്കടാ, നീ ഹിന്ദു അല്ല. അബൂബക്കർ പേടിച്ച് അവിടെ ഇരുന്നു. ദൈവമേ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അടുത്തത് സാറ് പറഞ്ഞു, മുസ്ലിങ്ങളൊക്കെ ഒന്ന് എണീറ്റേ. അബൂബക്കർ എണീറ്റില്ല. അബൂബക്കർ വിചാരിച്ചു 2 തവണ എണീറ്റപ്പം തെറി കിട്ടും, നമ്മൾ മുസ്ലിമും അല്ലായിരിക്കും, നമ്മളെന്തിനാ വെറുതെ എണീറ്റ് പണി മേടിക്കുന്നത്, അവിടെ നമ്മളിവിടെ ഇരുന്നേക്കാം എന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. അധ്യാപകൻ ഓടി വന്ന് ചെവിക്ക് പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, പൊട്ടാ നീ എണീക്ക്, നീ മുസ്ലിമാ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ വേർതിരിവ് കുട്ടികൾക്കുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാണിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. പിള്ളേർക്ക് അറിയില്ല ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് അവർക്ക് അറിയില്ല. നിങ്ങൾ മുതിർന്നവരാണ് ഇത് അവർക്കിടയിലേക്ക് കുത്തിക്കയറ്റുന്നത്. ഈ ഹിജാബ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ നിഖാബ് എന്ന് പറയുന്ന സംഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏത് സ്ത്രീക്കാണ് സത്യത്തിൽ ഇതെനിക്ക് ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഈ പറഞ്ഞ സാധനം ഇടില്ല. ഒരു സ്ത്രീ എന്ന നില തന്നെയാ പറയുന്നത്. നിങ്ങൾ പറയാ സ്ത്രീയുടെ ചോയ്സ് ആണ്, മറിച്ചൊരു ചോയ്സ് നിങ്ങൾ കൊടുക്കണ്ടോ? ദൂരി കളഞ്ഞിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. കുറെ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഇതൊക്കെ. കോടതി പോലും അതൊരു നിയമം അല്ല എന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു കഴിഞ്ഞു. ഈ സ്കൂളിൽ തന്നെ 116 പിള്ളേർക്ക് ഹിജാബ് ഇട്ട് ശീലവേ ഇല്ല, അവരത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ലീഗലി ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ്? ലീഗലി ഈ ഒരു കേസ് എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അതിന്റെ പുറകിലുള്ള കാരണമെന്ന് ആ സ്കൂളിലെ ലീഗൽ അഡ്വൈസർ പറയുന്ന വീഡിയോ കേട്ടോ. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഈ കുട്ടി 7th, 8th, 10th ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ ആണ്. സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആൻഡ് അതർ മുസ്ലിം പേരൻസ് ഹാവ് കം ടു ദി സ്കൂൾ ആൻഡ് കംപ്ലൈൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത്. സോ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ പേരൻസിൻ്റെ വിഷ്വൽസ് അടക്കം നമുക്കുണ്ട്. സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്, ദ ലോ ഓഫ് ദ കോർട്ട്. കണ്ടില്ലേ, 116 മുസ്ലിം കുട്ടികൾ വേറെ പഠിക്കുന്നു. ആ കുട്ടികൾ ഹിജാബ് ഇട്ടിട്ടില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കുട്ടി വന്നപ്പോൾ മുതൽ ഷോൾ ഇടുമായിരുന്നു, സിസ്റ്റർമാരൊന്നും പറഞ്ഞില്ല, ഇട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഹിജാബ് ഇടാൻ തുടങ്ങി. ഹിജാബ് ഇടാൻ തുടങ്ങിയത് കൂടാതെ മറ്റു കുട്ടികളെ അത് ഇടാനായിട്ട് പറഞ്ഞ് പുഷ് ചെയ്യാനും തുടങ്ങി. അവരവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളോട് പരാതി പറഞ്ഞു. അവർ വന്ന് പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞു. അവരുടെ കയ്യിൽ അതിനുള്ള വീഡിയോ എവിഡൻസ് അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടിയോട് ഹിജാബ് ധരിച്ച് വരരുതെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇതിനെ എങ്ങനെയൊക്കെയാ വ്യാഖ്യാനിച്ചു? തട്ടം വേണ്ട പേടി, മുസ്ലിമിനോട് പേടി, മുസ്ലിമിനോട് പ്രശ്നം, മുസ്ലിം കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എങ്ങനെയൊക്കെ നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചു? അവിടെ പരാതി കൊടുത്തിരിക്കുന്ന മുസ്ലിം മാതാപിതാക്കളാ. അവർക്കില്ലാത്ത എന്ത് എസെൻഷ്യൽ റിലീജിയൻ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ കാര്യത്തിൽ? ഇപ്പൊ കോടതി വിധി എന്താ, നിയമം എന്താ, ഭരണഘടന എന്താ, ഒരു കിണ്ടിയും അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ. നിങ്ങൾ മനസ്സിലാക്കൂ, ഇദ്ദേഹത്തിന്റെ വിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ, വോട്ട്. ഇദ്ദേഹം സ്കൂളിന് എഴുതി അയച്ചിരിക്കുന്ന ഒരു നോട്ടീസിൽ പറയുന്നത് കുട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ലെന്ന്. കുട്ടി എപ്പോഴാ പുറത്തായേ? ഈ വാർത്ത 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കുട്ടി പുറത്താണോ? കുട്ടീനെ ടി സി കൊടുത്ത് വിട്ടോ? കുട്ടിയെ പുറത്താക്കിയോ? കുട്ടി ഇപ്പോഴും ആ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. ഈ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ ആർട്ട് പരിപാടി കിടക്കാം ആ കൊച്ചു പങ്കെടുക്കുന്ന വീഡിയോ അടക്കം അവരുടെ കയ്യിലുണ്ട്. ഇത് അഴിക്കാൻ പറഞ്ഞപ്പോ ഇത് അഴിക്കാൻ പറ്റില്ല, എന്റെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല, ഇത് ഇട്ടിട്ട് പഠിച്ചാൽ മതി എന്നാണ് എന്റെ പാരന്റ്സ് പറയുന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും
വിളിച്ചു വരുത്തി ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായത്. ഒരു പാരന്റ് വന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയം, അതും അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതൊന്നും ഇടില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത പാരന്റ് അടുത്ത നിമിഷം അത് മാറ്റി ഞാനൊരു മുസ്ലിം ആണെന്നും ഈ സാധനം ഇട്ടിട്ട് മാത്രം എന്റെ മകൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് വർഗീയതയല്ല, അത് വർഗീയതയല്ലേ എന്ന് ചോദിക്കുന്നവൻ വർഗീയവാദി. മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിക്കാൻ കഴിയാതെ അവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ വർഗീയവാദിയല്ല. ആ ഭിന്നിപ്പുണ്ടാക്കുന്നത് അവനല്ലേ എന്ന് ചോദിക്കുന്നവൻ വർഗീയവാദി. ഈ രീതിയിൽ ഇവിടെ കാര്യങ്ങളെ തിരിച്ചു മറിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുക, മനസ്സിലാക്കിക്കോളൂ. ഇനി അങ്ങോട്ടുള്ള തലമുറകൾ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴുള്ള മുതിർന്നവരെങ്കിലും അത് സംസാരിക്കാതിരിക്കണം. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ എന്താണ് നടക്കുന്നേ? ഇപ്പൊ കുട്ടികൾക്ക്, ഇപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു ആരാണ് ക്രിസ്ത്യാനി, ആരാണ് മുസ്ലിം, ആരാണ് സിഖുകാരൻ, ആരാണ് ക്രിസ്ത്യാനി എന്ന്. ഇതുവരെ ആ പിള്ളേരെ അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ടൊന്നും. ഞാൻ ഗേൾസ് ഓൺലി സ്കൂളിൽ മാത്രം പഠിച്ചതാ, മടത്തി പഠിച്ചതാ. ഞാൻ തട്ടവിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ മുസ്ലിം പിള്ളേർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഇടിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണാൻ. അവരിൽ എത്ര പേര് പൊട്ട് തൊടാറുണ്ടെന്ന് അറിയാമോ? നിങ്ങളെന്നും കാണിച്ചോണ്ടല്ല, പേടിച്ചിട്ടാ സ്കൂളിന്റെ അകത്ത് പൊട്ട് തൊട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കുക, അവരുടെ ചോയ്സ് അല്ല. നിങ്ങൾ ഈ പറയുന്നതൊന്നും അവരുടെ ചോയ്സ് അല്ല. കോടതിയിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയും ഞാൻ ബുർക്കയ്ക്കകത്ത് ഇരുന്നോളാം എന്ന് പറയില്ല. അത് അവരുടെ ചോയ്സ് അല്ല. ആരുടെയാണോ ചോയ്സ്, ആരാണോ ബഹളം വെക്കുന്നത്, ആരാണോ വഴക്കുണ്ടാക്കുന്നത്, അവനാണ് വർഗീയവാദി. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ സ്കൂള് ഇയാൾക്കെതിരെ പറഞ്ഞു, അതായത് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനെതിരെ സ്കൂള് പറഞ്ഞത്രേ. എന്താ പറഞ്ഞേ? അവര് പറഞ്ഞ ഒറ്റ കാര്യം, ഒരു കാര്യവും പഠിക്കാതെ ഇവിടെ ഇരിക്കുന്ന കുട്ടീനെ ഞങ്ങൾ പുറത്താക്കി, കുട്ടിയുടെ മൗലിക അവകാശം ലംഘിച്ചു, നിയമം അതല്ല. ഏത് നിയമത്തെ പറ്റി ഇദ്ദേഹം പറയുന്നത് എന്നൊക്കെ ഈ ഇദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഒരു കാര്യവും പഠിക്കാതെ പൊട്ടത്തരങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്ന് പരസ്യമായി പറഞ്ഞത് ഇയാൾക്ക് നാണക്കേടായി. നമ്മളെല്ലാരും കണ്ട കാര്യം, വേറൊരാളിനി അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. തന്റെ കയ്യിലിരിപ്പാണെന്ന് എനിക്ക് നാണക്കേട്. ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മര്യാദക്ക് വാർത്ത കാണുക, അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് പറയുക. 10 തവണയും ആളുകളെ അഭിമുഖീകരിച്ച് 10 വർത്താനം പറയാൻ ഞങ്ങൾ പറഞ്ഞോ തന്നോട്? ഇല്ലല്ലോ. അപ്പൊ താങ്കളുടെ ബഹുമാനവും കാര്യവും എല്ലാം കളഞ്ഞു വിളിക്കുന്നത് താങ്കളുടെ വിവരമില്ലായ്മയാണ്. അത് മറ്റൊരാളുടെ തലയിൽ ചാരിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. മാനേജ്മെന്റ് സ്കൂളുകൾ നിങ്ങളുടെ കീഴിലാണ് എന്ന് പറയാമെങ്കിലും പൂർണ്ണമായും നിങ്ങളുടെ കീഴിലൊന്നുമല്ല. എന്താ ഈ പറയുന്ന കുട്ടി 3 സ്കൂൾ മാറി വന്നതാ. ഇപ്പോഴും കുട്ടിയുടെ അച്ഛൻ പ്രശ്നമൊക്കെ ഇത്തിരി വലുതായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതുപോലെ സമവായം സംസാരിക്കാനായിട്ട് കുറെ രാഷ്ട്രീയക്കാരി എന്ന് പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ എന്റെ മോള് ഹിജാബ് ഇടുന്നില്ല എന്ന നിലയിലേക്ക് എത്തി. മനസ്സിലായില്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ വാശിപിടുത്തം എന്ന് പറയുന്ന സംഗതി. പണ്ട് വിദേശത്ത് ഇതുപോലൊരു സിഖുകാരന് ഉണ്ടായ ഒരു സംഭവം ഉണ്ട്. അതായത് ഇയാളെ അവിടുത്തെ ഒരു പൗരൻ വെടിവെച്ചു കൊന്നു. വെറുതെ റോട്ടിലേക്ക് ഇറങ്ങിയത്, ഒരു പ്രകോപനം ഇല്ലാതെ വെടിവെച്ചു കൊന്നു. അപ്പോ ഇത് കോടതിയിലെത്തി. എന്താ സംഗതി, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വെടിവെച്ച് കൊന്ന ആള് പറഞ്ഞു, ആ ടർബൻ ഉണ്ടല്ലോ ആ സാധനം എനിക്ക് അത്ര ഇഷ്ടമായില്ല, അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി, ഞാൻ വെടിവെച്ച് അങ്ങോട്ട് കൊന്നു, തട്ടി. അപ്പൊ തലപ്പാവാണ് കാരണം എന്നൊരു സാധനം അവിടെ വന്നു. തലപ്പാവ് കണ്ടാൽ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെട്ടേക്കാം എന്നൊരു സാധനം വന്നതോടുകൂടി ഒരു സിഖുകാരനും ഒരു മുസ്ലിമിനും അവിടെ തലപ്പാവ് കെട്ടണ്ടായിരുന്നു വർഷങ്ങളോളം. അപ്പൊ കഴുത്തിന് മേളിൽ തലയുണ്ടാവില്ല എന്ന കാര്യം തിരിച്ചറിയുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ ഈ മതം പറഞ്ഞുള്ള തമ്മിലടിയും വാശി പിടുത്തമൊക്കെ. ആണെങ്കിൽ ഇത്രേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങൾ അടിച്ചേൽപ്പിക്കാലോ, ഇട്ടില്ലെങ്കിൽ നിന്നെ അതാക്കും ഇതാക്കും മറ്റതാക്കും നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനൊക്കെ കൊട പിടിക്കുന്ന ഈ ചീപ്പിയൻകാരനെ നിങ്ങൾ കണ്ടോളൂ. ഗതികേട നിലപാട് എന്നിവര് വ്യാഖ്യാനിക്കുന്ന ഗതികേട് 9 വർഷം കൊണ്ട് കൊടുത്തതിന്റെ അഹങ്കാരത്തിന്റെ കാര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൊടുക്കണോ? ഇനിയും കൊടുക്കണോ? ഇപ്പൊ അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോ ഞാഞ്ഞലുകൾ വാല് പൊക്കി തുടങ്ങി. ഇനിയും ഇവര് തന്നെ ഭരിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ബോംബെയിൽ നടന്നാലും വലിയ വർഗീയ കലാപം ഇവിടെ ഉണ്ടാക്കാൻ ഇവര് മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവര് നാഴേക്ക് 40 വട്ടം വർഗീയത വളർത്തില്ല, BJP വന്നാൽ ശരിയാവില്ല, RSS വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? 100 വർഷം RSS ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും തലവെക്കാതിരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ തുടർന്ന് കാണുക പോളി ന്യൂസ്.